Hi guys, welcome back to our 10 to $10,000 trading challenge video. ട്രേഡിംഗ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ റിയൽ അക്കൗണ്ടിൽ $10 ഇട്ടിട്ട് ട്രേഡ് ചെയ്യാണ്. കാണുന്നവർ ഇനി വിചാരിക്കേണ്ട ഞാൻ എന്തെങ്കിലും ട്രേഡിംഗ് സിഗ്നൽ കൊടുക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നോർമലി മറ്റുള്ള ട്രേഡേഴ്സിൻ്റെ പോലെ ഈ BTCൻ്റെയും ഇതിൻ്റെയൊക്കെ അനാലിസിസ് മാത്രം പറഞ്ഞ് അതിൻ്റെ ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഈ ട്രേഡിംഗ് വ്യൂവിൽ ജസ്റ്റ് അങ്ങനത്തെ സിഗ്നൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. അതേ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള ലെവലിൽ പറയാണ്. ഞാൻ എൻ്റെ ജേർണലൈസിങ് ചെയ്യുന്ന പോലെ ഇത് കാണുന്നുള്ളൂ, ട്രേഡിങ് കാണുന്നുള്ളൂ. ചിലർ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ട്രേഡേഴ്സിന്, എല്ലാവരും അങ്ങനെയല്ല, ബട്ട് ചില ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് വ്യൂവിൽ വന്നിരുന്നിട്ട് കുറേ അനാലിസിസ് പറയും. പിന്നെ അവർ കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കിങ്ങനെ ഡ്രോ ചെയ്ത് തരും, ഇത്ര റിസ്ക് റിവാർഡ് കിട്ടും ഇവിടുന്ന് ട്രേഡ്, അപ്പോൾ ഓക്കെ നമ്മളെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതും വെച്ചിങ്ങനെ ഇരിക്കും. അവരെ റിയൽ അക്കൗണ്ടിൽ ചെയ്യുന്നതൊന്നും കാണിച്ചോളണമെന്നില്ല. റയർലി കാണിക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരെയും അങ്ങനെ പറയല്ല. ബട്ട് ഈ റിയൽ ട്രേഡ് ചെയ്യുമ്പോഴേ നമുക്ക് നമ്മളെ ഇമോഷൻസ് കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ റിയലി കാണാൻ പറ്റുള്ളൂ. റിയൽ ടൈമിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഓരോ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ലോജിക്കൊക്കെ പറഞ്ഞിട്ടാണ് ട്രേഡ് എടുക്കാറും ഉള്ളത്. സോ നമ്മൾ ഇന്നലത്തെയും മിനിയാന്നത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡ് ഈ റേഞ്ചിൻ്റെ അകത്താണ്. ഈ റേഞ്ചിൻ്റെ അകത്തുനിന്നും ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട്ലി ഈ ഒരു ചാനലിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഗോൾഡ്. ബട്ട് അതിൻ്റെ ക്ലോസിങ് എങ്ങനെയാണ്, ഇത്രയും അഗ്രസീവായിട്ട് ബൈയിങ് ക്യാൻഡിൽസ് വന്നു, ഇനിയും ബൈയിങ് കണ്ടിന്യൂഷൻ വരുമോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലോങ് ടൈം ഫ്രെയിമിൽ എന്താ സ്ഥിതി നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ നെക്സ്റ്റ് ലെവൽ വരുന്നത് ഇവിടാണ്, ഈ ഒരു ഏരിയയിലോട്ടാണ്. സോ ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഇനി പ്രതീക്ഷിച്ചാൽ മതി. അതുവരെ ഇനി ബൈയിങ് തന്നെ ട്രേഡ് എടുക്കുന്നതാണ് സേഫ്. ബട്ട് ഇപ്പോൾ ഇത്രയും ഈ ഒരു 4 hour ക്യാൻഡിൽ നോക്കാം. 4 hour ക്യാൻഡിലും ഭയങ്കര ബുള്ളിഷാണ്. 1 hour ക്യാൻഡിൽ ബുള്ളിഷാണ്. ഇതൊരു റിവേഴ്സലിൻ്റെ ഒരു പാറ്റേണും തന്നിട്ടില്ല. 30 minutes സ്റ്റിൽ ബുള്ളിഷ്. 15 minutesൽ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 5 minutesൽ ഓക്കെ, 5 minutesൽ ഇത് ഇവിടുന്ന് നല്ല ബുള്ളിഷ് തന്നു. ഇവിടെ ഒരു ക്യാൻഡിൽ റിവേഴ്സൽ പോലെ ക്ലോസ് ചെയ്തു. ഇവിടുന്ന് ചിലപ്പോൾ സെല്ലടിച്ചവരിതൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഔട്ട് ആയി ഉണ്ടാവും. വീണ്ടും സെല്ല് വരുന്ന പോലെ കാണിച്ചു, വീണ്ടും സ്റ്റോപ്പ് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഒരു സെല്ല് വരുന്നുണ്ട് ഗൈസ്. ഞാൻ ട്രേഡ് ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിലോട്ട്, അതായത് മാർക്കറ്റ് 5 minutesൽ ഇത്രയും സ്ലോ ആയ സ്ഥിതിക്ക് ഞാനൊരു ട്രേഡ് എടുക്കുകയാണ്. റിസ്കി ട്രേഡാണ്, കാരണം മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എല്ലാ ടൈം ഫ്രെയിമിലും ബുള്ളിഷാണ്. ബട്ട് ഈവൻ ദോ ബുള്ളിഷാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ റിസ്ക് എടുക്കാൻ കാരണം, ഇത് അഥവാ റിവേഴ്സൽ വന്ന് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 4.66 ആണ് റിസ്ക് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കട്ട് ഓഫ് ആവും. ബട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും മിനിമം ഈ ലെവൽ വരെ പ്രതീക്ഷിക്കാം, മിനിമം. അഥവാ ഇത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇവിടുന്നൊക്കെ സെല്ലടിച്ചവർ പോയി, ഇവിടുന്ന് ബൈ അടിച്ചവരെ ഇവിടുന്ന് മാർക്കറ്റ് സ്ക്വയർ ഓഫ് ചെയ്യും. ലോജിക്കലി അങ്ങനെയാണ് വരേണ്ടത് മാർക്കറ്റിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവില്ല ഇനിയും മുകളിലോട്ട് പോകാൻ.
ഒരു റീട്രേസ്മെൻറ്റ് തരാതെ 15 മിനിറ്റ്സിൽ റീട്രേസ്മെൻറ്റ് തരേണ്ടതാണ്. കാരണം ഇവിടെ 15 മിനിറ്റ്സ് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു റിസ്ക് എടുത്തിട്ടുള്ളത്. ലോങ് ടൈം ഫ്രെയിം ഇപ്പോഴും ബൈയിങ് ആണ്. ആൻഡ് ഇൻഫാക്റ്റ് ഈ ഒരു ലെവലിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ക്യാൻഡിലെ റിയാക്ഷനനുസരിച്ചിട്ട് ബൈയിങ് തന്നെ പ്ലാൻ ചെയ്യണം. ഇൻഫാക്റ്റ് ഈ എം എയിൽ എങ്ങനെ റിയാക്ഷൻ വരുന്നതെന്നുള്ളത് നോക്കണം. 15 മിനിറ്റ്സ് ഈ ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നത്, ചില ആളുകൾ ഈ കമൻറ്റ് ചെയ്യുന്നൊരു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ $10 ഞാൻ ഇനീഷ്യലി നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, $10 വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായത്. അത് ഇപ്പോൾ $75 ഓക്കെ. ഇന്നത്തെ ഇതിപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രോഫിറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അൺടിൽ ആൻഡ് അൺലെസ് ഇത് ബുക്ക് ചെയ്യുന്നവരെ. സോ ഇത് ജസ്റ്റ് ഒരു മാജിക് പോലെ ഒരു നമ്പറാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതൊരിക്കലും നമ്മളെ പ്രോഫിറ്റ് ആയിട്ടില്ല. സോ $75 വരെ എത്തിച്ചു. ഈ $75 ഇന്ന് ചിലപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70 ആവും. ഓക്കെ. ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചില ആളുകൾ ഞാൻ $10 വെച്ച് തുടങ്ങി, ആ $10 എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, അതായത് എന്താ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇതെല്ലാ കമൻറ്റും വായിക്കാറുണ്ട് ഗൈസ്. സോ കമൻറ്റ് ചെയ്തതിൽ ഒരുത്തൻ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ഈ $10 നിങ്ങൾ എന്താ പറയുക 50%, അതായത് 50% ക്യാപിറ്റലിൻ്റെത് റിസ്ക് എടുക്കുന്നതാണോ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ അതാണോ ഇത് ഒരു ക്യാപിറ്റലിൻ്റെ 1% ഒക്കെ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ, അതാണ് ശരിക്കും ഡിസിപ്ലിൻഡ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതായത് ഈ ട്രേഡിങ്ങിൻ്റെ ലോജിക് അറിയാത്ത ആളുകളാണ് അധികവും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. റിയാലിറ്റിയിൽ $10 ഗോൾഡിൻ്റെ മാർക്കറ്റിൽ, നമ്മളെ ഫോറക്സ് മാർക്കറ്റിൽ $10 എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറിയ എമൗണ്ടിൽ നമ്മൾ $10 എന്ന് പറഞ്ഞാൽ $10 റിസ്ക് എടുക്കേണ്ട എമൗണ്ടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. ബട്ട് ആ $10 നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കംപ്ലീറ്റ് റിസ്ക് എടുക്കുകയാണ്. $10 തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ $10 നമ്മൾ ഫുള്ളി റിസ്ക് എടുക്കുകയാണ്. ആ ഫസ്റ്റിലെ 1-2 ട്രേഡിൽ നമ്മൾ ഔട്ടായാൽ $5 ഫസ്റ്റ് ട്രേഡ് പോകും. വീണ്ടും ഒരു $5 കൂടെ റിസ്ക് എടുത്താൽ നെക്സ്റ്റ് $5 പോകും. അതായത് പിന്നെ ക്യാപിറ്റൽ ഇല്ല, വൈപ്പ് ഔട്ട് ആവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് $10 ഇട്ടിട്ട് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ആ $10 ഫസ്റ്റിലെ ട്രേഡും സെക്കൻഡിലെ ട്രേഡും ഒക്കെ നമ്മൾ മാക്സിമം പിൻ പോയിൻ്റ് നോക്കിയിട്ട് മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ. അതും 1:1 റേഷ്യോയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രേഡ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 1:1 റേഷ്യോയിലാണ് ഞാൻ ആ $10 ഒക്കെ സമയത്ത് ഞാൻ ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ചുകൂടെ റിസ്ക് കൂടുതൽ എടുക്കാമെന്ന് കരുതിയിട്ട്, അപ്പം റിസ്ക് റിവാർഡും കൂടും. അപ്പം ആ ഒരു ബേസിക് നോളജ് മനസ്സിലാവാത്ത കുറേ പേരുണ്ട്. അവരാണ് ഈ ഇങ്ങനെ വിചാരിക്കുന്നത് $10 ഗാംബ്ലിംഗ് ആണ്, അങ്ങനെ. അത് ഗാംബ്ലിംഗ് അല്ല ബ്രോ. ഇതിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഇരുന്ന് കിണഞ്ഞ് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റായിട്ട് മേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ $10 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഒരു ലീവറേജിൽ, നിങ്ങൾക്ക് ഇവിടെ ലീവറേജ് കണ്ടാൽ മനസ്സിലാവും, 1:2000 ലീവറേജാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഞാൻ എല്ലാ വീഡിയോയും പറയുന്നതാണ് ഇങ്ങനെ ചെയ്യരുത്. ബട്ട് ഇൻഫാക്റ്റ് എൻ്റെ ഇത് അത്രയും ലോഡ് സൈസ് അത്രയും കുറവാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഒരുപാട് ലോഡ് സൈസ് കൂട്ടാറില്ല, മാക്സിമം 0.05 വരെ പോകും. അത്രയും എനിക്ക് കൺഫ്ലുവൻസ് അത്രയും ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ ഞാൻ അങ്ങനെ ഇത്രയും വലിയ റിസ്ക് ഇതാക്കാറില്ല. പിന്നെ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ഇന്ന് ഞാൻ എത്ര ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ട്രേഡിങ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലത്തെ ഒരു എടുത്ത പ്രോഫിറ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ. ഇന്നലെ എടുത്ത പ്രോഫിറ്റ് $15 ആയിരുന്നു. അതായത് ഓവറോൾ ഇന്നലത്തെ ഓവറോൾ പ്രോഫിറ്റ് $15 ആയിരുന്നു. അപ്പോൾ
എനിക്ക് ഇപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ മിനിമം ഒരു $15 അല്ലെങ്കിൽ ഒരു $20 പ്രോഫിറ്റ് കവർ ചെയ്യണമെന്ന്. ഇനി ലോസ് ആണെങ്കിൽ ഫസ്റ്റ് ലോസ് $5 പോയാൽ സെക്കൻഡ് ലോസ് $5, മാക്സിമം ഒരു $15 ഉള്ളിൽ ലോസ് കവർ ആവണം ആ ലെവലിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇന്നലത്തെ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് അത് പോകുന്നത്. സോ നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ട്രേഡ് അത് റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ക്യാപിറ്റൽ ഒരിക്കലും നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, റിസ്ക് നമ്മൾ കറക്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ. ഇപ്പം ഈ പറയുന്ന പോലെ ക്യാപിറ്റലിൻ്റെ 1% റിസ്ക് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 10ൻ്റെ 1% എത്ര? $1. $1 റിസ്ക് എന്ന് പറഞ്ഞാൽ ഗൈസ്, $1 റിസ്ക് എന്നൊക്കെ പറയുന്നത് ഗോൾഡിൽ ഇതിപ്പോൾ $1 റിസ്കിൽ വെക്കാനുള്ള സ്ഥിതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുമല്ല, ഇവിടാണ് $1. ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്ക്, $1 റിസ്ക് വെച്ചിട്ട് ഞാൻ ഈ ട്രേഡിലിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു റിസ്ക് തന്നെ കുറവാണ്. അതായത് ഇത് ചിലപ്പം ഇവിടെ വന്നിട്ട് ഈ വിക്ക് അടിച്ചിട്ട് സ്റ്റോപ്പ് ഔട്ട് ആവും. ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ മാക്സിമം റിസ്ക് കുറച്ചിട്ടാണ് വെക്കുന്നത് എല്ലാ ട്രേഡിലും. പക്ഷേ ഈ $1 എന്ന് പറയുന്നതൊന്നും പോസിബിൾ അല്ല. ചിലവരെ ഈ മിസ്കൺസെപ്ഷൻസാണ് ട്രേഡിലുള്ള ഒരു ചെറിയ ചെറിയ അറിവുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊന്നും ചെയ്യാതെ കയറി കമൻറ്റ് ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിവേയ്സ്, $1 ലോസ് ഈസ് നത്തിങ്. $1 റിസ്ക് ഗോൾഡിൽ സെക്കൻഡുകൾ കൊണ്ട് സ്റ്റോപ്പ് ഔട്ട് ആവും. സോ കുറച്ച് നേരമെങ്കിലും ട്രേഡ് എടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ $1 അല്ല, മിനിമം ഒരു $5 എങ്കിലും നമ്മൾ റിസ്ക് റിവാർഡിൽ റിസ്ക് $5 എങ്കിലും എടുക്കാതെ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അത് പിന്നെ ചില സമയത്ത് ഇപ്പോൾ $1 നമ്മൾ റിസ്ക് വെച്ചു, നമ്മളെ പൊസിഷൻ നമ്മളെ എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാതെ ലക്കിലി ചിലപ്പോൾ നമ്മൾക്ക് നമ്മളെ ലെവലിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഡയറക്ഷൻ നമ്മളെങ്ങനെയാണോ വിചാരിച്ചാൽ ആ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ $1 നമുക്ക് റിസ്ക് വരില്ല. $0 തന്നെ റിസ്കിൽ നമുക്ക് ട്രേഡ് ഇതാവും, പ്ലേ ഔട്ട് ആവും. പക്ഷേ അതൊന്നും ഒരു ഉറപ്പുള്ള കാര്യമല്ലല്ലോ. മാർക്കറ്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ കറക്റ്റ് മാർക്കറ്റ് അനാലിസിസ് നോക്കുക, നമ്മളെ റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഞാനിത് അമേച്ചർ ട്രേഡേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ റിസ്ക് എടുത്തു. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. 4 അല്ലെങ്കിൽ $4.66 $5 ഞാൻ റിസ്ക് എടുത്തതാണ്. അതായത് $5 പോയ പോലെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഈ റിസ്ക് എടുക്കുമ്പോൾ. അപ്പം ഇത് പോയാൽ ഇമോഷൻലെസ് ആയിട്ട് അടുത്ത ട്രേഡ് എടുക്കാൻ പറ്റണം. ഈ ഒരു പോയല്ലോ $5 എന്നുള്ള ലെവലിലല്ലാതെ ഓക്കെ $5 പോയി, അത് മാർക്കറ്റ് നമുക്ക് നമ്മളെ അതായത് നമ്മളെ പൊസിഷൻസും ഇതൊക്കെ കറക്റ്റ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് മാർക്കറ്റ് അത് കൊണ്ടുപോകുമ്പോൾ റിഗ്രറ്റ് ചെയ്യരുത്. അത് നമ്മൾ എടുക്കണം. ആ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ നമ്മൾ ഈ മാർക്കറ്റിൽ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ. Let's see guys how this trade work. മാർക്കറ്റ് സൈഡ് വേസ് ആവാതിരുന്നാൽ മതി. ഇന്നലെ കുഴപ്പമില്ലാത്ത ട്രേഡായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണും. ട്രേഡിംഗ് ഡേ 6 എന്ന് പറഞ്ഞിട്ടുള്ള, ഇതിപ്പോൾ എൻ്റെ 7th ട്രേഡിംഗ് സെഷനാണ്. 7th ട്രേഡിംഗ് സെഷനാണ്. യെസ്, ഇന്നലെ നമ്മളൊരു BTCയിലും പൊസിഷൻ മേടിയിരുന്നു, ഗോൾഡിലും ചെയ്തിരുന്നു.
ബട്ട് ബി ടി സിയിൽ നമുക്ക് സ്റ്റോപ്പ് ഔട്ടായി. പ്രതീക്ഷ പോലെ ബി ടി സി മൂവ് ചെയ്തില്ല, ഭയങ്കര വോളറ്റൈലായിട്ട് മൂവ് ആയി. അത് ആകെ ഫുൾ ഈ ഒരു ഏരിയ നിന്നായിരുന്നു അത്, ഈ ഒരു ഏരിയയിൽ. ഇൻഫാക്റ്റ് ആ ഏരിയയിൽ നിന്നും നമ്മൾ തിരിച്ചിറങ്ങുമ്പം സെല്ലടിച്ചിരുന്നു. ആ സെല്ല് നമ്മളിത് കോസ്റ്റ് ടു കോസ്റ്റ് കട്ടാക്കിയിട്ടാണ് പിന്നെ ഇത്രയും സെല്ല് വന്നിട്ടുള്ളത്. ആൻഡ് വീണ്ടും ഈ ഒരു ചാനലിൻ്റെ ഉള്ളിലോട്ട് തന്നെ മാർക്കറ്റ് കയറും ചെയ്തു. ഓക്കെ, വീണ്ടും ഈ ചാനലിൻ്റെ ഉള്ളിലോട്ടാണ് മാർക്കറ്റ് കയറി കൊടുക്കുന്നത്. ഫാക്റ്റ് ബി ടി സി നല്ല മൂവ്മെൻ്റ് ഉള്ള സമയമായിരുന്നു. ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന നേരം കൊണ്ട് ബി ടി സിയിൽ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഗോൾഡ് പക്ക സൈഡ് വേസ് ആയി, മൂവ്മെൻറ്റും സ്ലോ ആയി. ലെറ്റ്സ് സീ. BTC 15 minutes candle strong buying closing ആണ്. BTC ഒടുക്കത്തെ ബൈയിങ് ആണ് വരുന്നത്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ BTC മിസ്സായി. ഞാൻ പ്ലാൻ ചെയ്തിരുന്നു BTC ട്രേഡ് എടുക്കണം എന്നൊക്കെ. ഈ EMAയുടെ മുകളിൽ ഇവിടുന്ന് ക്ലോസിങ് തന്നു, ഒരു കൺഫർമേഷനും കൂടെ വന്നാൽ, ഇതിൻ്റെ ചാനലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ തന്നാൽ, ഇൻഫാക്റ്റ് ഞാൻ പ്രതീക്ഷയായിരുന്നു ബൈയിങ് ട്രേഡ് എടുക്കണമെന്ന്. ബട്ട് കുറച്ച് ഡിലേ ആയി. ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തു പോയി. ഒരിക്കലും റണ്ണിങ് ക്യാൻഡലിൽ കയറരുത് ഗൈസ്, കൈ പൊള്ളും. റണ്ണിങ് ക്യാൻഡലിൽ കയറി കൊടുത്താൽ ട്രെയിനിന് തല വെക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു ക്യാൻഡലിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ബൈയിങ് അടിച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ബൈ എടുത്താൽ സ്റ്റോപ്പ് ലോസ് എവിടെ നിന്നുണ്ടോ അറിയോ? ഇവിടെ ആണ് എസ്റ്റിമേഷൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ലിമിറ്റ് ഓർഡർ, വൺ ക്ലിക്ക്, റെഗുലർ. ഇവിടുന്ന് അഥവാ സെൽ അല്ല ബൈ ആണെങ്കിൽ എത്ര SL വരുന്ന അറിയോ? SL ഇവിടെ വരെ വെക്കണം. അതായത് ഇതാണ് പിന്നെ അടുത്ത ഏരിയ.
$10 അടുത്ത് SL പോവും. ഭയങ്കര ഡേഞ്ചറാണ് അത്, പറ്റത്തില്ല. ഇത് നമുക്ക് ഇടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം BTC എന്താ സ്ഥിതി എന്നുള്ളത്. കാരണം BTCയിൽ അഥവാ ഈ ബയസിനെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാ ഈ 5 minute ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ തരുന്നത് എന്നുള്ളത്. അതുവരെ ഗോൾഡിൽ ട്രേഡ് എടുത്ത സ്ഥിതിക്ക് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. ഇവിടെ ഇൻഫാക്റ്റ് ഞാനൊരു അലേർട്ട് ഇട്ട് വെക്കാം. ഇവിടെ ഒരു അലേർട്ട് ഇട്ട് വെക്കാം. അഥവാ ഈ ഏരിയയിലോട്ട് വരികയാണെങ്കിൽ ഒരു അലേർട്ട് കിടന്നോട്ടെ. ഗോൾഡ് സൈഡ് വേസ് ആയി ഗൈസ്. ഇത് തീരെ പിടിക്കാത്തൊരു കാര്യമാണ്. സൈഡ് വേസ് മാർക്കറ്റിൽ വന്ന് പെട്ടു. ഇത്രയും നല്ല മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ട് പിന്നെ അത് സൈഡ് വേസ് ആയി. ഇവിടുന്ന് ഈ ബയേഴ്സിൻ്റെ എല്ലാം ഇപ്പം ഇപ്പം ഇവിടുന്നൊക്കെ ബൈ ചെയ്തവരെ മാനസിക നില എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒക്കെ മാർക്കറ്റ് മുന്നോട്ടേക്ക് പോയി ഇവിടെ നിന്ന് സ്ലോ ആയി. ഇപ്പം ഇൻഫാക്റ്റ് ബാക്കി എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, റീട്രേസ്മെൻറ്റ് വരുമ്പോൾ ഒറ്റ റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു റെഡ്, ഈവൻ ദോ ഡോജി ആണെങ്കിലും റെഡ് ക്യാൻഡിലാണ്. ഇവിടുന്ന് ഒറ്റ റെഡ് ക്യാൻഡിലാണ്. ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ വന്നു, ഗ്രീൻ വന്നു, ബട്ട് ഇൻഫാക്റ്റ് ഇപ്പം റെഡ് വരുന്നുണ്ട്. ഇതഥവാ റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഏരിയയിൽ നിന്നും റെഡ് ക്യാൻഡിൽ ഒരെണ്ണം വന്നു, ബാക്കിയൊക്കെ ഗ്രീന് വന്ന പോലെ പാറ്റേൺ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് പോവും. അതല്ല, ഇത് റെഡ് ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ കൂടുതൽ ചാൻസും നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്, 15 മിനിറ്റിൽ എങ്ങനെ ക്ലോസിങ് തരുന്നെന്നുള്ളത്. അതല്ല, ഇത് ഇന്ന് രാത്രി മൊത്തം ഈ ഒരു റേഞ്ചിലോട്ട് വന്ന് ഇവിടെ കിടന്ന് കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മാർക്കറ്റിൽ നിന്നും നല്ല ഇറങ്ങി പോവാനേ പറ്റൂ. ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ റേഞ്ചിൻ്റെ ലെവലിലാണെങ്കിൽ ശരിക്കും 5.23 റിസ്ക് അത്രയും വെക്കണം. ശരിക്കും ഇത്രയും റിസ്ക് വെക്കണം. ലെറ്റ്സ് സീ, അത് തിരിച്ച് കയറാണെങ്കിൽ നോക്കാം. ഫൈവ് മിനിറ്റിലൊന്നും ക്ലോസിങ് തരുന്നില്ല. ഇതിൻ്റെ താഴോട്ട് ക്ലോസിങ് തരണം. 20 മിനിറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 20 EMAയുടെ താഴെ കറക്റ്റ് ക്ലോസിങ് തരണം ഈ ക്യാൻഡിൽ. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഇത് ഈ ഒരു ലെവലിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മളെ സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ നമ്മളെ ഡയറക്ഷനിലോട്ട് പോവാതിരുന്നാൽ മതി. അതിനും വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഇല്ല ഗൈസ്.
സോറി ഗൈസ്, കോൾ വന്നപ്പോൾ മ്യൂട്ടായതാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ BTC നമ്മൾ ഒരു ലെവൽ വെച്ചിരുന്നു അലേർട്ട്. അതിൻ്റെ ഒരു പിപ്പിൻ്റെ വ്യത്യാസത്തിൽ അത് വന്ന് തിരിച്ച് മുകളിലേക്ക് റീട്രേസ്മെൻറ്റ് തിരിച്ച് മുകളിലേക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിജക്ഷൻ വരാതെ റെഡ് ക്ലോസ് ചെയ്താൽ വീണ്ടും ഒരു ക്യാൻഡിൽ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻഫാക്റ്റ് ഈവൻ ഇതും ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് ക്ലോസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു ലെവലുണ്ടായിരുന്നു, ഈ ലെവൽ സെല്ലേഴ്സിൻ്റെ ലെവൽ. ഇവിടെ സെല്ലേഴ്സിൻ്റെ ലെവലാണ്. ഇവിടുന്ന് മുമ്പത്തെ ലെവൽസ് ഇവിടെയൊക്കെ സെല്ലേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ ഇവിടെ ഇനി ഇവിടെ ഉണ്ട്. സോ ഇവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ആ സെയിം പാറ്റേൺ. ബട്ട് ഇൻഫാക്റ്റ് മുകളിലോട്ട് തന്നെ പോവും. ബട്ട് എപ്പം പോകുന്നുള്ളത് നമ്മൾ നോക്കണം. ആദ്യം ഈ ബയേഴ്സിനൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് പോവാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ഈ ഗോൾഡ് മാത്രം നോക്കിയിരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഓൾറെഡി സ്ലോ മൂവ്മെൻ്റായി ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ഗോൾഡിലേക്ക് മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കാത്തത്. ഗൈസ്, ഇത് ഈ റേഞ്ച് ഞാൻ ഈ ഒരു ബോക്സ് വരച്ചിട്ടില്ലേ, ഈ ബോക്സ് ഡ്രോ ചെയ്തതിൻ്റെ താഴെ ക്ലോസിങ് തരണം. ഇങ്ങനെ ക്ലോസ് ചെയ്യരുത്. ഇവിടെ എവിടെയും റിജക്ഷൻ എടുക്കാതെ താഴോട്ട് ക്ലോസിങ് തരണം. എങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഇൻഫാക്റ്റ് ഞാൻ റിസ്ക് ഫ്രീ ആക്കണം ഗൈസ്. കാരണം വയ്യ. ഇത് ഇനിയിപ്പം ഇവിടുന്ന് ശേഷം വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ ലെവലിലോട്ടും വരും. അപ്പോൾ നമ്മൾ ആ ലെവൽ വരെ പിന്നെയും വെയിറ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും താഴോട്ടേക്കും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആ സമയത്ത് നമ്മൾ നോക്കാം താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാനിത് റിസ്ക് ഫ്രീ ആക്കാണ്. നോ റിസ്ക് ആണ് ഈ ട്രേഡിൽ. Come on. 5 minute ക്യാൻഡിൽ. ഈ ക്ലോസിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കിത് ക്ലോസ് അഥവാ ഇവിടെ ചെയ്യുമ്പോൾ കാണാം. ഈ ഒരു റേഞ്ചിൻ്റെ താഴോട്ട് സ്ട്രോങ് ക്ലോസിങ് ആണ് തരുന്നതെങ്കിൽ ഓക്കെ കമോൺ. ഇത് റിജക്റ്റ് ആയാൽ നോക്കണ്ട, ഉറപ്പിച്ചോ. ഇത് ഇവിടുന്ന് റിജക്റ്റ് ആയാൽ ഈ ലെവലിലോട്ട് വരും. കമോൺ കമോൺ ഗൈസ്. യെസ്, ഓക്കെ ഓക്കെ. Let's go down. Let's go gold. Okay, okay, yes. Let's go. Let's go. കുറച്ചുകൂടെ. യെസ്, കുറച്ചുകൂടെ പോന്നോട്ടെ 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 വരട്ടെ. ഇവിടുന്ന് റിവേഴ്സൽ പോയാൽ അല്ല കവിത ഒറ്റ പാടേണ്ടി വരും. Come on. Let's go, let's go, let's go. Yes. Let's go gold. Oh, come on. ജഷൻ തരല്ലേ എളി. Oh my God.
ഗൈസ്, ഏറ്റവും നമ്മളെ സൈക്കോളജി ടെസ്റ്റ് ചെയ്യണ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഓൾറെഡി നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുത്ത്, ഓക്കെ. ബട്ട് നമ്മളൊരു ടാർഗറ്റ് വെച്ചു. ആ ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്ത് വരെ എത്തി, 2-3 പിപ്പിൻ്റെ അടുത്ത് വരെ എത്തി. പിന്നെ മാർക്കറ്റ് റിവേഴ്സൽ പോകുമ്പോൾ അത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. ആ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ, അതായത് നിങ്ങൾ ജയിച്ചു. ആ മെൻറ്റാലിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പക്ക കല്ല് പോലെ മനസ്സാക്കി വെക്കണം, അല്ലാതെ പറ്റില്ല. നിങ്ങൾ ട്രേഡ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളെ മാനസികമായിട്ട് മനസ്സ് പറയുന്നുണ്ടാവും ട്രേഡ് ക്ലോസ് ചെയ്യാൻ. അതായത് നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റിൽ റിവേഴ്സൽ ട്രേഡ് എടുത്ത്, അതൊന്ന്. രണ്ടാമത്തെ റീസൺ, ഭയങ്കര ഫിയർഫുള്ളായിരിക്കും ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ പോയാൽ. നമുക്ക് മാനസികമായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവും എന്താ, ഓഹ് ഇത്രയും സമയം നമ്മൾ മെനക്കെട്ട് ഇതാക്കിയിരുന്ന് ഇനി റിവേഴ്സൽ പോയാൽ തൽക്കാലം ഇത് ബുക്ക് ചെയ്യാമെന്ന് പറയും. ഇൻഫാക്റ്റ് ആ എല്ലാ മാനസിക നില എനിക്കും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഇത് തിരിച്ച് കയറുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കൈ അറിയാതെ ഇങ്ങോട്ട് വന്ന് ഇത് കട്ട് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി $13 പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ 89 ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് 90 കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 90 കാണിച്ചിട്ടുണ്ടാവണം. ബട്ട് ആ ട്രേഡും വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം മാനസിക നില നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു പോയിന്റ് ഡിഫൈൻ ചെയ്ത് ഇവിടെ അതിന് വെയിറ്റ് ചെയ്യാണ്. ഈ സ്പ്രെഡിൻ്റെ കാരണം അത് പോവാതിരുന്നാൽ മതി. ആ ഒറ്റ കാര്യത്തിലുള്ള എനിക്ക് പേടി. സ്പ്രെഡ് കമോൺ കമോൺ. ഓക്കെ, ഡൺ ഗൈസ്. ഹൗ സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ വെച്ച ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവൽ മാർക്കറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക, യുദ്ധത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ഓടാന്നറിയില്ലേ, തിരിച്ചോടാന്ന്, ആ പരിപാടി ചെയ്യില്ല. ഇതൊരു യുദ്ധമായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മളോട് തന്നെ, അതായത് നമ്മളോട് തന്നെ നമ്മളെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ട്രേഡും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സൈക്കോളജിക്കലി നമ്മളോട് ഒരു ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മളെ മാനസിക നില എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ഓരോ ട്രേഡും ഉണ്ടാവുക. അപ്പം ഗൈസ്, ഞാൻ ഇന്നത്തെ ടാർഗറ്റ് വിചാരിച്ചത് ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോയിൽ പറഞ്ഞത് $15 to $20 അടുത്ത്, അല്ലെങ്കിൽ $15 to $20 ആ ഒരു ലെവലിലായിരുന്നു. ഞാനിവിടെ ഒരു ലെവല് ഡ്രോ ചെയ്തു, എനിക്ക് ആ ഒരു ലെവലിലോട്ട് കിട്ടി. ഇൻഫാക്റ്റ് ഞാൻ ഇവിടെ നിന്നൊരു ബൈയിങ് ഏരിയ ആണ്. സോ ഞാനൊരു ബൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം $17 അത് ഞാനൊരു റൗണ്ട് ഓഫ് ചെയ്യാമെന്നും കൂടെ മനസ്സിലുണ്ട്. എനിക്കറിയാം ഒരു കുട്ടിക്കളിയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നതൊക്കെ. അറ്റ്ലീസ്റ്റ് ഒരു $5 എങ്കിലും ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം. റിവേഴ്സൽ വരാണെങ്കിൽ ഞാൻ മാനുവലി കട്ട് ചെയ്യും. ഇൻഫാക്റ്റ് നമുക്കിത് ഞാൻ വിചാരിക്കുന്നത് ഉള്ള പ്രോഫിറ്റ് പോകണ്ട, ഞാനിവിടെ റിസ്ക് ഫ്രീ ആക്കുകയാണ് ഗൈസ്. ഈ ട്രേഡ് ഇപ്പോൾ റിസ്ക് ഫ്രീ ആണ്. ഇനി പോവുകയാണെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. കിട്ടുകയാണെങ്കിൽ GP ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ലെവലിലോട്ട് എത്താൻ ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ഈ ലെവൽ വരെ വന്ന് തിരിച്ചു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓക്കെ, ലെറ്റ്സ് സി $10 കിട്ടുമോ നോക്കാം.
ഈ ട്രേഡിൻ്റെ ബിഹൈൻഡ് ലോജിക് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ബൈയിങ്ങിലാണ് ഗൈസ്. ഈ സെല്ലിങ് ജസ്റ്റ് റീട്രേസ്മെൻ്റ് ആയിരിക്കും ലോങ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ. കാണിച്ചു തരാം. ലോങ് ടൈം ഫ്രെയിമിൽ ഇത് 30 മിനിറ്റിൻ്റെ EMA ടച്ച് ചെയ്ത് റിവേഴ്സൽ പോവാണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ ഗ്രാബ് ചെയ്തു. ഈ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓൾറെഡി എടുത്തു. പിന്നെ ഇപ്പോൾ ഇത് റിസ്ക് ഫ്രീ ആണ്. സോ ലെറ്റ്സ് ഹോൾഡ് ദിസ് ട്രേഡ്. റിസ്ക് ഫ്രീ ആക്കിയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ബൈയിങ് മാർക്കറ്റാണെന്ന്. ബട്ട് ഏത് നിമിഷവും ഈ ഒരു ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് സെല്ലിങ് ക്ലോസിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സോ ഏത് നിമിഷം റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇതിൻ്റെ താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇവിടെയുള്ള ഏരിയ മൊത്തം ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻഡിലൂടെ ഉണ്ടാകും റെഡ്. അതും ബിഗ് ക്യാൻഡിലായിരിക്കും. അഥവാ അത് ഉണ്ടാക്കാതെ തിരിച്ച് വീണ്ടും ഒരു ബൈയിങ് ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ തരുവാണെങ്കിൽ ഈ ഏരിയയിലോട്ട് വരേണ്ടതാണ്. ഉഫ് 15 മിനിറ്റിൽ 15 മിനിറ്റിൽ പ്രശ്നം ഗൈസ്. 9 AM താഴെയാണ് ക്യാൻഡിൽ ക്ലോസിങ് വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങേണ്ടി വരും മിക്കവാറും. I think we should exit this soon. ഞാനിതൊരു 100 ആവണം എന്നുള്ള, എനിക്കറിയാം അതൊരു കുട്ടിക്കളിയാണ്. ഞാൻ ഇവിടെ ഈ ലെവലിൽ ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഈ ബാലൻസ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാറാണ്. റിസ്ക് ടു റിവാർഡ് ഫോക്കസ് ചെയ്യാറാണ് എപ്പോഴും ഞാൻ. പക്ഷേ ഞാനും മനുഷ്യരാണ്, നമ്മളെല്ലാവരും പോലെ തന്നെ എനിക്ക് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഓക്കെ $10 $100 കാണുമ്പോഴുള്ളൊരു നമ്മളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനും വേണ്ടിയിട്ട് നോക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ റിസ്ക് ഫ്രീ ആക്കിയത് കാരണം ഹോൾഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിൻ്റെ താഴെ നമ്മളെടുത്തു. ഇനി വെയിറ്റ് ചെയ്യാതെ ഈ ക്യാൻഡിൽ താഴോട്ട് വരുമ്പോൾ നോർമലി എക്സിറ്റ് ചെയ്ത് ഒഴിവാകുന്നതാണ് ബുദ്ധി. ബട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് റിസ്ക് ഫ്രീ ആക്കിയതുകൊണ്ട് കൂടിയാണ്. ഇത് കുറച്ചുകൂടെ താഴെ വെക്കാം. എനിക്ക് തോന്നുന്നില്ല $10 അഥവാ വെച്ചാലും കിട്ടുന്നു. EMA കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ഗൈസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഞാൻ നേരത്തെ EMA ഈ ഒരു ലെവലിലോട്ടായിരുന്നു, ഇവിടെ ആയിരുന്നു, അതുകൊണ്ടാണ് അവിടെ വെച്ചത്. EMA ടച്ച് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് ക്രൂഷ്യൽ ലെവലാണ്, പക്ക ഈ ലെവൽ ക്രൂഷ്യലാണ്. ഇതിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് വെറുതെ കൊതിപ്പിച്ച് ഗൈസ്. ഓക്കെ, സി ഗൈസ്, 0.89 നമുക്കിവിടെ നമ്മൾ ഇൻഫാക്ട് 0.23 ആ ഒരു സ്പൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിലാണ് ആ ഡിഫറൻസ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഈ സ്പ്രെഡും ഉണ്ട്, അപ്പോൾ അത് എഫക്റ്റ് ചെയ്യും ആ മാർക്കറ്റിൽ. നമ്മൾ പ്രതീക്ഷ പോലെ ചിലപ്പം അത് കറക്റ്റ് പ്രോഫിറ്റ് തന്നെ ബുക്ക് ആയിക്കൊള്ളുന്നില്ല. സോ
അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുകളിലോട്ട് തന്നെ ഇട്ട് വെക്കുന്നത്. അതായത് കോസ്റ്റ് ആണെന്ന് കരുതി സീറോയിൽ കൊണ്ട് ഇടാതെ ഒരിത്തിരി മുകളിലേക്ക് ഗ്യാപ്പിൽ റിസ്ക് ഫ്രീ ആക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നത് ആ ഒരു ലോജിക്കാണ്. ഗൈസ് നിങ്ങൾ എൻ്റെ ട്രേഡിൻ്റെ ബിഹൈൻഡ് ലോജിക്കെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നത്. ഇത് 920 EM ആണ്. എടുത്ത ട്രേഡ്സ് എല്ലാം ഇപ്പോൾ ഇന്നെടുത്ത ട്രേഡ്സ് ഈവൻ സെക്കൻഡ് ട്രേഡും കറക്റ്റ് പൊസിഷനിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് തിരിച്ച് നമുക്ക് മാർക്കറ്റ് റിവേഴ്സൽ ഇനി എപ്പം ഇത് മുകളിലോട്ട് കയറും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. BTC എന്താണെന്ന് അവസ്ഥ നോക്കാം. BTC ജസ്റ്റ് മിസ്സാണ്. കാരണം നമ്മൾ അലേർട്ട് ഇട്ട് വെച്ചിരുന്നു. അലേർട്ടിൻ്റെ ഈ ഒരു ലെവൽ വരെ വന്നിട്ടില്ല. മാർക്കറ്റ് വരാതെ മുകളിലോട്ട് പോയി. ബട്ട് ഇൻഫാക്റ്റ് പോയി എന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. സോ ട്രാപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇവിടുന്ന് ബൈ അടിച്ചവരൊക്കെ. അപ്പോൾ ഒന്നുകൂടെ വന്ന് 20 EM ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി 20 EM ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ടച്ച് ചെയ്യാം മീൻസ് അതായത് 20 EM താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ ഒരു സെൽ ലെവലിലോട്ട് ചിന്തിക്കേണ്ടി വരും. മാർക്കറ്റിൽ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കുക ഗൈസ്. ഇപ്പം ഞാൻ ചെയ്തത് എന്താ, ഇവിടെ ഒരുവിധം എല്ലാവരും ബൈയിങ് ആണ്. ഞാനും വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് സ്ട്രോങ് ബൈയിങ് ആണ് വരുന്നത്. ഗോൾഡിൽ ബൈയിങ് ആയിരുന്നു എൻ്റെ ബയസ്. ബട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ള ഉദ്ദേശം മാർക്കറ്റിൻ്റെ ഓരോരോ ലെവൽ നിങ്ങൾ നിരീക്ഷിച്ച് ഞാൻ കാണും. എവിടെയൊക്കെ മാർക്കറ്റ് റീറ്റെയിലേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നുണ്ടെന്നുള്ളത് അത് ഒബ്സർവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏകദേശം മൂവ്മെൻറ്റ്സ് സ്ലോ ആവുന്നതും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള ഏകദേശം മനസ്സിലാവും. പിന്നെ ആ റിസ്ക് എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ലെവലുള്ള റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉപകാരം? പോവുകയാണെങ്കിൽ അത്രേ പോവുള്ളൂ. കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മളെ റിവാർഡ് കിട്ടും ചെയ്യും. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് $17 $17 വിത്ത് $5 റിസ്കിലാണ് $17 കിട്ടുന്നത്, വിച്ച് ഈസ് ഗുഡ് റിസ്ക് ടു റിവാർഡ്. ഇത് എത്ര മടങ്ങാ 5-ൻ്റെ അത് നോക്കിയാൽ മതി. അപ്പം ഇറ്റ്സ് 1:3 ഓൾമോസ്റ്റ്. അത്രയും റിസ്ക് റിവാർഡ് ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷാർപ്പ് ട്രേഡ് എടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് ഇവിടുന്ന് ഇനിയിപ്പം സെല്ലിങ് കണ്ടിന്യൂഷൻ വരുമോ എന്ന് നോക്കാൻ EMയുടെ ഇത് ക്ലോസ് ചെയ്ത് ഇവിടുന്ന് ഒരു സെല്ല് അടിച്ചെന്ന് കരുതുക, ഇവിടുന്ന് ഓൾറെഡി സ്റ്റോപ്പ് ഔട്ട് ആവും ഉറപ്പായിട്ടും. എന്നിട്ടേ പിന്നെ സെല്ല് കണ്ടിന്യൂഷൻ തരുള്ളൂ അഥവാ പോവുകയാണെങ്കിലും. അപ്പോൾ നമുക്ക് ചില ഏരിയയിൽ നമുക്ക് ഒരു കൺഫ്ലുവൻസ് മാർക്കറ്റ് തരാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ റിസ്ക് എടുക്കാം. പക്ഷേ നിങ്ങളെ കയ്യിലായിരിക്കണം ട്രേഡ്. അതായത് അഥവാ പോവുകയാണെങ്കിൽ ഇമോഷൻലെസ് ആയിട്ട്, ഞാൻ ഓൾറെഡി ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇത് മുകളിലേക്ക് ക്ലോസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ സമയത്താണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു, ഇത് അഥവാ ഈ ഏരിയൻ്റെ മുകളിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ വേറെ പരിപാടിയില്ല. ഇൻഫാക്റ്റ് ഞാൻ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇടുകയും ചെയ്തു. 4 $5 കണക്കായിക്കോ. അപ്പം മാർക്കറ്റ് എപ്പോഴും ഞാൻ ഇവിടുന്ന് ട്രേഡ് ബൈ അടിച്ചിരുന്നു. ആ ബൈ അടിച്ചത് ഇവിടെ ഒന്ന് സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞു. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് അല്ല, ഇൻഫാക്റ്റ് കോസ്റ്റ് അത് കട്ട് ഓഫ് ആയി വീണ്ടും എൻ്റെ ഡയറക്ഷനിലാണ് പോകണം. അപ്പോൾ ഇവിടെ ഒരു ഫോമോ ഉണ്ടാവും. നോർമലി ആളുകൾ ഇപ്പം എന്ത് ചെയ്യും, എൻ്റെ ഇത് പോയി വീണ്ടും അതാ പോകണം മാർക്കറ്റ് മുകളിലോട്ട്. അപ്പോൾ ഇവിടുന്ന് കയറി കൊടുക്കും, ഈ ഒരു ഏരിയയിൽ നിന്ന് കയറും. അപ്പം നോക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് താഴോട്ടേക്കുള്ള ലോസ് എത്ര വരുന്ന ആദ്യം നോക്കണം. നിങ്ങൾക്കത് വഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കരുത്. എപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ വെറുതെ നമ്മളൊരു ഇമോഷൻ്റെ ബേസിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് പോവല്ല വേണ്ടത്. നമ്മൾ പക്ക ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ചെയ്യുക. നമ്മൾ എത്ര റിസ്ക് എടുക്കണം, എത്ര റിവാർഡ് വേണം, അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ കയറാൻ. അല്ലാതെ ഗൈസ് നിങ്ങളെ പൈസ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കളയരുത്. എത്ര പൈസ ഇറക്കിയാലും മാർക്കറ്റ് അത് തീർക്കും, ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. അപ്പം
അതായത് ഒരു കാരണവശാലും ആരുടെടുത്തെങ്കിലും ലോണ് മേടിച്ചിട്ടോ ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സ്റ്റോക്ക് മാർക്കറ്റിലോട്ടോ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിലോട്ടോ വരരുത്. ആരും വരരുത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്തെങ്കിലും ജോലിക്ക് പോവുക, സമ്പാദിക്കുക. സമ്പാദ്യത്തിൻ്റെ 1% 2% എന്തെങ്കിലും, നിങ്ങളിപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന പൈസ, ആ സിഗരറ്റ് വലി നിർത്തുക. ആ പൈസ കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് ആകുമ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണോ, അതൊക്കെ നോക്കുക. അല്ലെങ്കിൽ പറ്റാത്ത പരിപാടിയാണെങ്കിൽ പിന്നെ അതിന് നിൽക്കണ്ട, വെറുതെ അങ്ങനത്തെ ഒരു ഏർപ്പാടിന് നിൽക്കുന്നൊരു കാര്യമില്ല. അപ്പം ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞാണ്, മാർക്കറ്റിൽ നിങ്ങൾ 1 കോടി കൊണ്ടുവന്നിട്ടാലും ആ മാർക്കറ്റ് എടുത്ത് കളയും. നത്തിങ്. ഇതിൻ്റെ അകത്ത് ഇത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്, അങ്ങനത്തെ ഒരു ഗെയിമാണ്. അത്രയും വമ്പൻ സ്രാവുകളുള്ള ഏരിയ ആണ് ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ എന്ന് പറയുന്നത്. ഈസിലി എത്ര എമൗണ്ട് കൊണ്ടുവന്ന് ഇട്ടാലും അത് ലിക്വിഡേറ്റ് ചെയ്ത് കളയും. സോ ഗൈസ്, ബി കെയർഫുൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഞാൻ എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് അച്ചീവ് ആയി. ഐ ആം നോട്ട് ഗെറ്റിംഗ് ഗ്രീഡി, ബട്ട് ഇൻഫാക്റ്റ് എൻ്റെ ഡയറക്ഷനിലോട്ട് തന്നെയാണ് ഇപ്പം പോകുന്നത്. ഇതുവരെ എൻ്റെ താഴോട്ടേക്ക് വന്നിട്ടില്ല. ഞാൻ കോസ്റ്റ് വെച്ചതിനോട് മാത്രം ആ ട്രേഡ് കട്ടായതാണ്. സോ ഇറ്റ്സ് ഫൈൻ. എനിവേ ഗൈസ്, സീ യു ടുമോറോ. നാളെ പ്രതീക്ഷ ഇതൊരു 100-ലേക്കെങ്കിലും എത്തിക്കാൻ പറ്റണം എന്നാണ്. എനിവേ, ഞാനിതുവരെ അങ്ങനെ എമൗണ്ട് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലിങ്ങനെ എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് വരാണ്. $10 $100 ആക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അത് വരുന്നതെന്നുള്ളൂ. ബട്ട് ദാറ്റ്സ് നത്തിങ്. ഈ എമൗണ്ടിലോ നമ്പേഴ്സിലോ ഒരു കാര്യമില്ല ഗൈസ്. നമ്മളെടുക്കുന്ന ട്രേഡ് എങ്ങനെയാണെന്നുള്ളതിലാണ് കാര്യം. എത്ര റിസ്ക് എടുക്കുന്നു, എത്ര റിവാർഡ് എടുക്കുന്നു, ഏത് പൊസിഷനിൽ നിന്ന് ട്രേഡ് എടുക്കുന്നു, ഇതിലൊക്കെയാണ് കാര്യം. സോ ഗൈസ്, സീ യു ടുമോറോ.